അല്ല, ഈ കാറ്റ് മാറി വീശുന്നു, കൊടുങ്കാറ്റടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒറ്റ വാക്കിൽ പറയാ ഇത്രയേ ഉള്ളൂ. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് കണ്ടിട്ടാണ് ഈ ആവേശമൊക്കെ കൊള്ളുന്നത്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്റെ സമയത്തും ഈ കൊടുങ്കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇതിലും വലിയ ആവേശം ഉണ്ടായിരുന്നു. ഇതിലും വലിയ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. വോട്ടെണ്ണിയപ്പോൾ എന്താ ഈ അവസ്ഥ എന്ന് പറഞ്ഞതുപോലെ ഈ ജൂൺ 4-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ ഈ പറഞ്ഞ ഒരു ആശയങ്ങളും അന്ന് ചർച്ചയ്ക്കുണ്ടാവില്ല. അന്നൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ. EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിനകത്ത് മുഴുവൻ താമര നിറച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ജനാധിപത്യത്തെ അട്ടിമറിച്ചത് എന്ന ഒരൊറ്റ കാര്യമേ അന്ന് പറയാൻ കാണുള്ളൂ. വേറെ ഒന്നും പറയില്ല. ഹരിയാനയിൽ നിങ്ങളുടെ സർക്കാരിനുണ്ടായിരുന്ന ഭൂരിപക്ഷം കുറഞ്ഞുപോയി. അവിടെയുള്ള സ്വതന്ത്ര MLA-മാർ നിങ്ങളുടെ സർക്കാരിനെ പിന്തുണയ്ക്കുന്നില്ല. ഹരിയാനയൊക്കെ മനോഹർലാൽ ഖട്ടർ മാറി നയീബ് സിംഗ് സൈനി വരുന്ന സമയത്ത് വലിയ പ്രതീക്ഷയായിരുന്നു. JJP പിന്തുണ പിൻവലിച്ചു. ദുഷ്യന്ത് ചൗട്ടാല 3 സ്വതന്ത്ര MLA-മാർ അവിടെ പിന്തുണ പിൻവലിച്ചു. ഇപ്പൊ തുലാസിലാണ്. ഇപ്പൊ ഒരു ഫ്ലോട്ട് ടെസ്റ്റ് നടത്തിയ നിങ്ങളുടെ ഒരു BJP സംസ്ഥാന സർക്കാർ താഴെയാണ്. അവിടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇത് തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ, അതായത് BJP-യുടെ പാർട്ടിയിലേക്ക് അല്ലെ മുന്നണിയിലേക്ക് ഇന്ത്യ മുന്നണിയിൽ നിന്ന് ഏതെങ്കിലും MLA-യോ അല്ലെങ്കിൽ ഒരു നേതാവോ ഒരു പാർട്ടിയോ വന്നാൽ എന്താണ് പറയുക? ED-യെ കാണിച്ച് ഭയപ്പെടുത്തി പണം കൊടുത്തു മേടിച്ചു എന്ന. അപ്പോൾ BJP-യെ പോലെ ഇത്രയും വലിയൊരു സമ്പന്നമായ ശക്തമായ എന്ന് പറയപ്പെടുന്ന പാർട്ടിയിൽ നിന്ന് ഇത്രയും പേരെ അണർത്തിയെടുക്കണമെങ്കിൽ എത്രമാത്രം പണം കൊടുത്തിട്ടുണ്ടാകും? എത്ര വലിയ സംവിധാനങ്ങളെ കാണിച്ച് പണം കൊടുത്തിട്ടാണോ ഹരിയാനയിൽ ദുഷ്യന്ത് ചൗട്ടാലയുടെ JJP-യും 3 സ്വതന്ത്ര MLA-മാരും മാറിയത്? DK ശിവകുമാറിന്റെ കയ്യിലുള്ള പണമാണോ ഹരിയാനയിൽ ചെലവായത്? അരുൺ, ഇതൊക്കെ വളരെ ലളിത യുക്തിയും ബുദ്ധിയുള്ള ആളുകൾക്ക് വരെ വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. BJP-യിൽ നിന്ന് ആളുകളൊക്കെ കൂറുമാറുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഒരു ട്രെൻഡ് സെറ്ററാണ്. ഇവിടെ നിങ്ങൾ ഹരിയാന എന്നൊരു സംസ്ഥാനം നമ്മളെടുത്ത് പരിശോധിച്ചാൽ അവിടെ ഈ BJP-യിൽ നിന്ന് കൂറുമാറുക എന്ന് പറയുന്നത് അതിന് ചില കാരണങ്ങളുണ്ട്. അവിടുത്തെ BJP സ്ഥാനാർത്ഥികൾക്ക് കർഷക ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയാതെ കർഷകർ സ്ഥാനാർത്ഥികളെ അടിച്ചോടിക്കുന്നതിൻ്റെ പല ദൃശ്യങ്ങളും നമ്മളൊക്കെ കണ്ടതാണ്. കാരണം കൃഷിക്കാരെ മുഴുവൻ ആതങ്കവാദി എന്നും ഭീകരവാദി എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ച ഞങ്ങളുടെ മൊഹല്ലയിലേക്ക് കടക്കാൻ പാടില്ല എന്ന കർഷകർ പറയുന്നത്. കർഷകർ തെരഞ്ഞെടുത്ത MLA-മാരാണ് ഇവർ, സ്വതന്ത്ര MLA-മാർ. കർഷകരുടെ വോട്ടാണ് ഇവരുടെ പിൻബലം. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 6 മാസമേ ഉള്ളൂ. അത്തരമൊരു സാഹചര്യത്തിൽ ജനങ്ങളുടെ വികാരം, തങ്ങളെ തെരഞ്ഞെടുത്ത ഇലക്ട്രലേറ്റിന്റെ വികാരം മനസ്സിലാക്കിയിട്ടാണ് MLA-മാർ അവിടെ BJP-ക്കുള്ള പിന്തുണയെ പിൻവലിച്ചിട്ടുള്ളത്. അവർ BJP-ക്കാരല്ല, അവര് BJP സർക്കാരിനെ പിന്തുണക്കുന്ന നിലപാടാണ് അവർ തിരുത്തിയത്. കോൺഗ്രസിൽ വന്ന് ചേർന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമാണ്. നമുക്കിതൊക്കെ നിരീക്ഷിക്കുന്ന ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അഭിമുഖത്തിൽ പറയുന്നത് താൻ മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിച്ചിട്ടേ ഇല്ല. ഹിന്ദു മുസ്ലിം വിഭജനത്തിന്റെ കാർഡ് താൻ ഇറക്കുന്ന പക്ഷം താൻ അന്നു മുതൽ അയോഗ്യനാക്കപ്പെടും, താൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിന് മറുപടിയായി ജയറാം രമേശ് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നുണയനാണെന്ന് രാജ്യത്ത് എല്ലാവർക്കും അറിയാം. ഏപ്രിൽ 19-ാം തീയതി മുതൽ തുടർച്ചയായി പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹിന്ദു മുസ്ലിം വിഭജനത്തിന്റെ കാർഡ് ഇറക്കൽ പ്രയോഗമാണ് എന്നാണ്. അതിനെ മോദി ഇന്നിപ്പോൾ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പെറ്റുകൂട്ടുന്നവരെന്ന് പറഞ്ഞതോ നുഴഞ്ഞുകയറ്റക്കാരെന്ന് പറയുന്നതോ മുസൽമാന്മാരെ ഉദ്ദേശിച്ചല്ല എന്നാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞത്. അതിന് മറുപടി വേണം. Debate with Arun Kumar.